പ്രിയമുള്ളവരെ, വചനജ്വാല 1196 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 9 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 31 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഓഹരിയും സർവശക്തനിൽ നിന്നുള്ള എൻ്റെ അവകാശവും എന്തായിരിക്കും? നീതി കെട്ടവനെ അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ? അവിടുന്ന് എൻ്റെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എൻ്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ? ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ദൈവം എൻ്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ. ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ. ഞാൻ വിള വേരോടെ നശിക്കട്ടെ. എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരന്റെ വാതിക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അന്യന് വേണ്ടി ധാന്യം പൊടിക്കട്ടെ. അന്യർ അവളുമായി ശയിക്കട്ടെ. എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും. ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലേതുപോലത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. എൻ്റെ സമ്പത്ത് അത് നിർമൂലമാക്കും. പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെ അല്ലേ? ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ഫുരിയറെ അനുസ്മരിക്കുന്ന ദിവസമാണ്. നമ്മൾ ക്രിസ്മസിന് ഒരു ദിവസം കൂടി അടുക്കുകയാണ്. ആത്മീയമായും നമ്മളുടെ ഒരുക്കങ്ങൾ തുടരുകയുമാണ്. ഇന്ന് നമ്മൾ ആചരിക്കുന്നത് വിശുദ്ധ പീറ്റർ ഫുരിയറെയാണ് അനുസ്മരിക്കുക. മാറ്റൈൻ കോർട്ട് എന്ന സ്ഥലത്ത് 1565 ജനനം. 24 വയസ്സിൽ വൈദികനായി. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. വിശുദ്ധ തോമസ് അക്വിനോസിന്റെ ദൈവശാസ്ത്ര സമാഹാരം മനഃപ്പാഠമാക്കി. കാൽവിനിസ്റ്റ് പാഷണ്ഡതയിൽ അമർന്നുപോയ സ്വന്തം ഇടവകയിൽ വികാരിയായി. അനേകരും കാൽവിനിസ്റ്റുകളെ സത്യസഭയിലേക്ക് ആനയിച്ചു. ഒരു സഹകരണ ബാങ്ക് ഉൾപ്പെടെ പല ഭക്ത സംഘടനകളും അദ്ദേഹം സ്ഥാപിച്ചു. സ്ത്രീകൾക്കായി നോട്ടർഡാം സന്യാസ സഭയും സ്ഥാപിച്ച വിശുദ്ധ പീറ്റർ ഫുരിയർ വിപ്രവാസത്തിൽ 75 വയസ്സിൽ നിര്യാതനായി.
വിശുദ്ധ പീറ്റർ ഫുരിയറിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.